അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ചിലരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളുണ്ട്, എന്നാൽ ചെറിയൊരു വിഷമം അവരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്താറുണ്ട്. എന്താണ്? ഒരു കുഞ്ഞിൻ്റെ ചിരി, അല്ലേ? ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം. ആഗ്രഹിച്ചിട്ടും കിട്ടാതെ കണ്ണീരോടെ ദുആ ചെയ്യുന്ന ഒരുപാട് ഹൃദയങ്ങൾ ഇന്ന് നമുക്കിടയിലുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അത്തരം ഹൃദയങ്ങൾക്കായി വളരെ ആശ്വാസം നൽകുന്ന അള്ളാഹുവിൻ്റെ ഒരു മനോഹരമായ നാമത്തെക്കുറിച്ചിട്ടാണ്. ഈ ഒരു ദിക്ർ, ഈ ഒരു നാമം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷമങ്ങൾക്ക് ഒരു പരിഹാരമാകുന്നതാണ്. ഒരു കുഞ്ഞ് എന്നുള്ളത് ഓരോ ഉമ്മമാരും ഒരുപാട് ആഗ്രഹിക്കുന്നതും അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാക്കുന്നതുമായ ഒന്നാണ്. ആ ഒരു കുഞ്ഞിനെ എപ്പോഴാണ് നമുക്ക് തരേണ്ടത്, ഏത് സന്ദർഭത്തിലാണ് തരേണ്ടത്, എങ്ങനെയാണ് നൽകേണ്ടത് എന്നതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണ്, അല്ലേ? ഇവിടെ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ ഈ ഒരു ദിക്ർ നമ്മൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമത്തിൽ നിന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തണേ, അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഏതാണ് ആ ദിക്ർ? യാ മുസവ്വിറു യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്. വളരെ പവറുള്ള ഒരു ദിക്റാണ്. ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിക്കൊണ്ട് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. ഈ ഒരു ദിക്ർ എന്ന് പറയുന്നത് ഒരു മന്ത്രം മാത്രമല്ല, ഇതൊരു ഇബാദത്ത് കൂടിയാണ്. നല്ല വിശ്വാസത്തോടെ അള്ളാഹുവിനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ നിരാശകളെല്ലാം നമ്മളിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങും. അതുപോലെ തന്നെ ഒരിക്കലും ഈ ഒരു കാര്യം എനിക്ക് സംഭവിക്കില്ല എന്ന് വിചാരിച്ച ആ ഒരു മനസ്സ്, ആ ഒരു ഭയം നമ്മളിൽ നിന്ന് കുറഞ്ഞു വരും. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായ ആശ്രയം അള്ളാഹുവിൽ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ അള്ളാഹു നമുക്ക് കാണാത്ത വഴികളെല്ലാം തുറന്നു തരുന്നതാണ്. ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലേണ്ടത് സുബ്ഹി നമസ്കാരത്തിന് ശേഷം, അതുമല്ലെങ്കിൽ ഇശാ നമസ്കാരത്തിന് ശേഷം ശുദ്ധമായ മനസ്സോടെ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് 33 തവണ അല്ലെങ്കിൽ 100 തവണ നമ്മൾ ചൊല്ലുക. ദിവസവും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. ഒരു കുഞ്ഞ് എന്നൊരു സ്വപ്നം അല്ലാഹു തആല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു തരുന്നതാണ്. യാ മുസവ്വിറു യാ അല്ലാഹ് എന്ന ഈ ഒരു ദിക്റിന് ശേഷം കൈ ഉയർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. യാ മുസവ്വിറു, നീ എനിക്ക് സന്താനം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും നല്ല സമയത്തും ഏറ്റവും നല്ല രൂപത്തിലും എളുപ്പമാക്കി തരണേ അല്ലാഹ് എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു നമുക്കറിയാത്ത നന്മകൾ അറിയുന്നവനാണ്. ഒരുപാട് പേര് ചോദിക്കും, നാളുകളായി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലേ എന്നൊക്കെ. അതിനെല്ലാം ഒരേ ഒരു മറുപടിയുണ്ട്. അല്ലാഹു തആല നമ്മളെ ഒരിക്കലും നമ്മുടെ ദുആക്ക് ഉത്തരം നൽകാതെ പോവില്ല. കുറച്ച് വൈകിട്ടാണെങ്കിലും കൃത്യമായ സമയത്ത് തന്നെ നമ്മളുടെ ആ ഒരു വിഷമം അല്ലാഹു തആല തുടച്ചു നീക്കുന്നതാണ്. നമ്മളിലേക്ക് സന്തോഷം അല്ലാഹു തആല കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വിശ്വാസത്തോടു കൂടെ ഈ ഒരു ദുആ ചൊല്ലുന്നതിനോടൊപ്പം ഡോക്ടർ ചികിത്സയും പരിശ്രമവും എല്ലാം നമ്മൾ ചെയ്യുക. അതിനോടൊപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരുപാട് സ്നേഹത്തോടെ ഒരു വാക്കുകൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മളിലുള്ള ആ ഒരു സ്വപ്നം, ഒരുപാട് കാലത്തെ ആ ഒരു സ്വപ്നം അല്ലാഹു തആല നമുക്ക് നടത്തി തരട്ടെ. ആമീൻ. യാ മുസവ്വിറു യാ അല്ലാഹ് വിശ്വാസത്തോടെ ചെല്ലുക. ബാക്കിയെല്ലാം അള്ളാഹുവിന് നമ്മൾ വിട്ടുകൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു അറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്.
അസ്സലാമു അലൈക്കും.